പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിരിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം, അതിന് 11-ാമത്തെ വാക്യം. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മായിൽ എന്ന് പേര് വിളിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ് അല്ലെ വായിച്ചത്. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. പ്രൈസലോ, യഹോവ നിന്റെ സങ്കടം കേൾക്കും. പ്രൈസലോ, ഈ ദൈവവചനം എന്ന് പറയുന്നത് ലെരുയ ഹാഗറിനുള്ള ഒരു ദൈവിക വാക്തത്വമാണ് യഹോവയെ ദൈവം കൊടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 10 തൊട്ട് വാക്യം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും എന്ന ഒരു വാക്തത്വം കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രൈസലോ, ഈ വചനാടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലേലൂയ, സാറയുടെ അവിവേകം മുഖാന്തരം ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കാരണം ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം തനിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാറയ്ക്ക് അല്ലേലൂയ കനാൻ ദേശത്ത് വന്നിട്ട് അല്ലേലൂയ 10 വർഷം കഴിഞ്ഞതിന് ശേഷവും ഒരു കുഞ്ഞിനെ കാണുവാനുള്ള എല്ലാ ഭാഗ്യവും നഷ്ടപ്പെട്ടു. അല്ലേലൂയ, അങ്ങനെ ഒരു ചിന്ത തന്നെ ആ സാറയുടെ മനസ്സിൽ ഉടലെടുത്തപ്പോൾ തന്റെ സാറയുടെ സ്വന്തം പദ്ധതി അനുസരിച്ച് അല്ലേലൂയ ഒരു കുഞ്ഞിനെ അല്ലേലൂയ സ്വായത്തമാക്കണമെന്ന് അവൾ വ്യാമോഹിച്ചു. എനിക്കോ മക്കൾ ഉണ്ടാകത്തില്ല, എന്നാൽ എനിക്ക് ഒരു മകനെ ആവശ്യമാണ്. സ്വന്തം പദ്ധതി പ്രകാരം ചിന്തിക്കുക. സാറയുടെ അവിവേകം മുഖാന്തരമാണ് സാറയുടെ ദാസി ആയിരുന്ന ഹാഗറിനെ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുക്കുകയും അബ്രഹാം ഹാഗറിനെ പരിഗ്രഹിച്ച് അബ്രഹാമിന് ഒരു കുട്ടി ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ സാറയുടെ അവിവേകം മുഖാന്തരം കഴിഞ്ഞ വർഷങ്ങളായി അറബി ദേശവും ഇസ്രായേൽ ദേശവും സംഘട്ടനത്തിലാണ്. പ്രൈസലോ, അല്ലേലൂയ. അബ്രഹാമിന്റെ കാലത്ത് കനാൻ നാട്ടിൽ നിലനിന്നിരുന്ന ആചാരരീതി അല്ലേലൂയ അനുസരിച്ച് വിവാഹിതയായ ഒരു സ്ത്രീക്ക് തന്റെ ദാസിയെ ഭർത്താവിന് വെപ്പാട്ടിയായി നൽകാമെന്നും അവളിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി സ്വീകരിക്കാമെന്നും അന്നൊരു വ്യവസ്ഥയും കൂടെ നിൽക്കുന്നുണ്ട്. പ്രൈസലോ, ആകയാൽ സാറ ചെയ്ത കാര്യം നിയമാനുസരണം തന്നെ ആയിരുന്നു. പ്രൈസലോ, ലേയും റാഹേലും തങ്ങളുടെ ദാസിമാരെ യാക്കോബിന് അല്ലെങ്കിൽ ഭാര്യമാരായി നൽകിയതും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസലോ, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ഫലമായി ലഭിച്ച മിസ്രൈമ്യ ദാസി അല്ലേലൂയ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് മിസ്രൈമിൽ നിന്ന് ലഭിച്ച ആ മിസ്രൈമ്യ ദാസി ജനിച്ച ഇസ്മായിൽ പിൽക്കാലത്ത് അബ്രഹാമിന്റെ സാറയുടെ കണ്ണിലെ കരടായി അല്ലേലൂയ മാറി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രൈസലോ, വീണ്ടും ദൈവത്തിന്റെ സമയം വരെ അവർ ക്ഷമയോടെ കാത്തിരുന്നുവെങ്കിൽ ഈ ദുഃഖകരമായ ഈ വിഷയം ഇന്ന് ലോകത്തിലുണ്ടാകത്തില്ല. സാറ കുറച്ചുകൂടെ അവിവേകത്തോടുകൂടി അല്ലേലൂയ ഈ അവിവേകമായി പെരുമാറാതെ വിവേകത്തോടുകൂടി സാറ ഇരുന്നിരുന്നെങ്കിൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കും. ദൈവം പറഞ്ഞ വാക്കുകൾക്കൊരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. അവരെ വാഗ്ദത്തം അനാലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകാരങ്ങൾ ഓർത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൽ അവര് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ കാണുകയായിരുന്നില്ല. പക്ഷെ സാറയുടെ അവിവേകമാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത്. പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മൾ എടുക്കുന്ന തീരുമാനം, സ്വന്തം തീരുമാനം, നമ്മുടെ സ്വന്തം പദ്ധതികളും നമ്മൾ അവിവേകമായി പറയുന്ന വാക്കുകളും അവിവേകമായി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറും. അത് കുടുംബത്തിനായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും സഭയ്ക്കായിരുന്നാലും ലോകത്തോട് നോക്കിയാലും നാം ഒരുപക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വലിയ ആപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ലോർഡ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ദൈവസനെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവാത്മാവ് നൽകുന്ന നിലയിലൂടെ മാത്രമേ നിങ്ങളൊരു തീരുമാനത്തിലെത്താവുള്ളൂ. സ്തോത്രം. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം ബുദ്ധിക്കും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനും എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നത്തേതിൽ നിങ്ങൾ വളരെ വേദനിക്കേണ്ടി വരും. അല്ലേ? അതാണ് അബ്രഹാമിനോടും സാറയുള്ള ബന്ധത്തിൽ സാറയുടെ അവിവേകം മുഖാന്തരം ഉണ്ടായ ഈ പ്രതിസന്ധികളെ നാം കണ്ടുകൊണ്ടിരിക്കുക. രക്തം ചെയ്യാൻ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പൊ യഹോവ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനും നമ്മുടെ സകല സങ്കടങ്ങളെയും അറിയുന്നവനുമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ സകല സങ്കടങ്ങളും അറിയുന്നവനുമാണ് കർത്താവ്. ഹല്ലേലൂയ. മാത്രമല്ല, നിങ്ങളെ സദാസമയം ശ്രദ്ധിച്ചുകൊണ്ട് സദാസമയം നിങ്ങളെ വീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും ദൈവത്തിന്റെ കണ്ണ് നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയട്ടെ, ഞാനിപ്പം ഈ നിന്ന് പ്രസംഗിക്കുന്ന ഈ ഞാൻ നടത്തുന്ന മീറ്റിംഗ് നടത്തുന്ന ഈ ചർച്ചിനകത്ത്, ഈ സഭയ്ക്കകത്ത്, ഈ പ്രസംഗ സ്ഥലത്ത് ഇപ്പൊ എനിക്ക് മറ്റാരെയും കാണാൻ കഴിയത്തില്ല. ഒന്നാമത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. വീടും പ്രഭാതം സൂര്യൻ ഉദിച്ച് പ്രകാശം വന്നിട്ടില്ല, ജനം ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല. ജനമെല്ലാം വീട്ടിൽ സുഖമായിട്ട് ഉറക്കത്തിലാണ്. ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് അവരുടെ കൃത്യനിർവഹണത്തിന് വേണ്ടി അല്ലെ അവരുടെ അന്നത്തെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ തന്നെ ഞാനും വീടിന്റെ കഥ തുറന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനും ഈ പ്രസംഗിക്കുന്ന സ്ഥലമല്ലാതെ ആരെയും കാണാൻ കഴിയത്തില്ല. ചുരുക്കം പറഞ്ഞ എന്റെ മകൾ വീട്ടിൽ അടുത്ത റൂമിൽ കിടന്ന് അവളെ പോലും എനിക്കിപ്പം കാണാൻ കഴിയും. ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. അല്ലേ? ആരെയും കാണാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ കർത്താവ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആരെയും കാണാതെ ഇരുന്നാലും നമ്മുടെ കർത്താവ് രാവും പകലും ഇല്ലാതെ 24 മണിക്കൂർ നമ്മെ കാണുന്നവനാ ദൈവം. കർത്താവിന്റെ രാത്രിയും പകലും ഇല്ല കേട്ടോ. നമ്മൾ എവിടെയായിരുന്നാലും കർത്താവ് നമ്മെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. സാറയ്ക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ ഭാരം അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്കുകൾ തന്റെ ജീവിതത്തിൽ ലഭിക്കാതെ വരുമോ എന്നുള്ള തന്റെ ഉള്ളിലെ അവിശ്വാസം അല്ലേ, അത് മുഖാന്തരം താൻ അവിവേകത്താൽ സംസാരിക്കുന്നു. അതേസമയത്ത് ദൈവത്തിൽ വിശ്വസിച്ചു സാറയുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരുന്നെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വത്തിന് വേണ്ടി കാത്തിരുന്നനെ അവർ. പ്രൈസ് ദി ലോർഡ്. അത് മുഖാന്തരം എന്തെല്ലാം പ്രശ്നങ്ങളാ അല്ലേ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, ജനങ്ങൾ മുമ്പോട്ട് പോയാൽ ഈ പ്രശ്നത്തെ 100% പരിഹരിക്കാൻ കഴിയും. കാരണം പരസ്പരം താഴുവാനും ക്ഷമിക്കുവാനും മനുഷ്യന് കഴിയുമ്പോൾ ഏത് പ്രശ്നങ്ങൾക്കും ഒരാശ്വാസം ഉണ്ടാകും. പക്ഷെ മനുഷ്യന് തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ സംഘർഷങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ മുഴുവൻ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹാഗറിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ഹല്ലേലൂയ. ഹാഗർ എന്ന ഒരു അടിമ പെണ്ണിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്ത സാറ, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് സാറ അബ്രഹാമിന് ഹാഗറിനെ കൊടുക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ ഭാര്യയെ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളിൽ എനിക്കൊരു മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞ് അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അല്ലേ? അപ്പൊ ഇനി സാറ അവിവേകത്തോടുകൂടി പറഞ്ഞ വാക്കുകളെ അബ്രഹാം വിവേചന ബുദ്ധിയോടെ വിവേകത്തിന്റെ ആത്മാവിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അബ്രഹാമിന് സാറയോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു, നീ എന്ത് പൊട്ടിത്തരവാ പറയുന്നത്, നീ എന്ത് കാര്യമാണ് പറയുന്നത്. സൃഷ്ടിയിൽ തന്നെ ദൈവം ഏക ഭാര്യത്വ പറഞ്ഞിരിക്കുന്നത്, ഏക ഭാര്യ ഏക ഭർത്താവാ. പിന്നിപ്പോ ഒരു ബഹുഭാര്യത്വം നീ പറയുന്നത്, അത് പാപമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രമാണമില്ല. ആദി ദൈവം ആദമിനെ ഔവയും ഒന്നിച്ച് സൃഷ്ടിച്ചു. ആദമിനെ ഔവയും ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്.
അവരെ പിന്നെ വേർപെടുത്തിയതാ. അപ്പം ആദാമിന്റെ സൃഷ്ടി തൊട്ട് ആമിലലിയ ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള ബഹുഭാര്യത്വമില്ല എന്ന് വേണമെങ്കിൽ അബ്രഹാമിന് വേണമെങ്കിൽ സാറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അബ്രഹാമും പറഞ്ഞില്ല. അല്ലേ സ്തോത്രം. അബ്രഹാം അതിനകത്ത് മൗനസമ്മതം സാറയുടെ വാക്ക് കേൾക്കുക. ഈ ബഹുഭാരിത്യം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ഭൂമിയിൽ ഒരു നിയമമാണ്. അല്ലാതെ ബൈബിൾ പറയുന്ന നിയമമല്ല ബഹുഭാരിത്യം. ഒരു ഭാര്യയെ കൂടാതെ അടുത്ത ഭാര്യയെ കൂടെ വെച്ചുകൊണ്ടിരിക്കുക, ഒരു ഭർത്താവുള്ളവൻ മറ്റൊരു വെപ്പാട്ടിയെ ജീവിതത്തിൽ ചേർക്കുക, ഇതൊക്കെ പറഞ്ഞ് ബൈബിളോ നിയമങ്ങളോ ദൈവം അനുവദിക്കുന്നതല്ല. അത് പാപമാണ്. അന്നും ഇന്നും എല്ലാം പാപമാണ്. പക്ഷെ ഭൂമിയിൽ എന്താ? എല്ലാവർക്കും ബഹുഭാരിത്വമാണ്. ഭാര്യയുള്ളവർക്കല്ല ഇന്ന് കാമുകന്മാരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കെല്ലാം ഇന്ന് കാമുകന്മാരുണ്ട്. അല്ലേ? ചില വീട്ടിലാണെങ്കിൽ ഭർത്താക്കന്മാർ 2 ഭാര്യമാരും 3 4 ഒക്കെ ഉള്ളതുണ്ട്. അല്ലേ? അങ്ങനെയൊക്കെ ദൈവവചനത്തിന്റെ വിപരീതമായി പാപത്തിൽ ജീവിക്കുന്ന അനവധി ആളുകൾ ഇന്നും ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. അപ്പം നാം ദൈവത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിവേകത്തോടെ ആയിരിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഹാഗാർ എന്ന പേരിന് പരദേശി എന്ന അർത്ഥം. ഹാഗാർ എന്ന പേരിന് പരദേശി എന്നാണ് അർത്ഥം. അല്ലെ, അവൾ മിസ്രൈമിൽ നിന്നും ചിലപ്പോൾ പരദേശിയായി വന്നവളായിരിക്കാം. മിസ്രൈമിൽ നിന്ന് പരദേശിയായി അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് വന്നവളായിരിക്കാം. അല്ലേ? അബ്രഹാമിന്റെ ഭാര്യയായ സാറായി അവളെ തനിക്ക് അടിമപ്പെണ്ണായി ആമി എടുത്തിരുന്നു. അന്നും ഇന്നുമൊക്കെ പല രാജ്യങ്ങളിലും വീടുകളിൽ അല്ലെങ്കിൽ വീട്ടുവേലക്കാരെ അടിമകളെ എടുക്കുന്നത് പോലെ അന്നത്തെ കാലഘട്ടത്തിൽ സാറയും ഈ ഹാഗറിന്റെ ഒരു അടിമപ്പെണ്ണായി തന്റെ ദാസിയായി സ്വീകരിച്ചു. സ്വീകരിച്ചു. അപ്പൊ ഹാഗർ ഗർഭം ധരിച്ചു എന്നവൾ ആമി കണ്ടപ്പോൾ അവളുടെ ഒരു അഹങ്കാരം ഉണ്ടായി. അപ്പം സാറയ്ക്ക് കുട്ടി ഉണ്ടാകത്തില്ല. സാറയുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ അബ്രഹാമിന് അടിമപ്പെണ്ണായിരിക്കുന്ന ഹാഗറിനെ ഭാര്യയായിട്ട് കൊടുത്തു. അങ്ങനെ ഹാഗർ ഒരു ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ ഹാഗറിന് സാറായിയോടൊരു ഒരു നിന്ന. നീയല്ലേ അബ്രഹാമിന്റെ ഭാര്യ, അവനല്ലേ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്, അവനല്ലേ നിന്നെ വിവാഹം ചെയ്തത്, പക്ഷെ നിനക്ക് മക്കളില്ല. ഞാൻ നിന്റെ വീട്ടിൽ ദാസിയായി വന്നതല്ലേ, ഞാൻ മിസ്രൈമി ദാസിയ. എന്നെ നിങ്ങളുടെ വീട്ടിൽ അടിമപ്പെണ്ണായിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വേല ചെയ്യുമല്ലേ. പക്ഷെ നിനക്ക് നിന്റെ ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ട് നീ എന്നെ നിന്റെ ഭർത്താവിന്റെ ഭാര്യയായിട്ട് കൊടുത്തു. അതുകൊണ്ട് എനിക്കൊരു മകൻ ഞാൻ ഗർഭിണിയാണ്. അതുകൊണ്ട് ഈ ഹാഗറിനൊരു അഹങ്കാരം ഉണ്ടായി. അല്ലേ? ഒരു അഹങ്കാരം. അവളുടെ കണ്ണുകളിൽ സാറ നിന്ദിതയായി തീർന്നു. ആയതിനാൽ സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. പ്രൈസലോ. സാറായിന്റെ ഹാഗറിന്റെ സ്തോത്രം സാറ ഒരു നിന്ദിതയായി കണ്ടു. അപ്പോൾ തന്നെ സാറ എന്ത് ചെയ്തു? ഹൃദയകാഠിന്യത്തോടെ ഇടപെടാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അവൾ ഓടി രക്ഷപ്പെട്ടിരുന്നു ഹാഗർ. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കും 16-ാം അധ്യായം 5-6 വാക്യം വായിക്കും കാണുന്നത്. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിൽ നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലേലിയ. അപ്പൊ ഈ അബ്രഹാമിനോട് സാറ പറയാണ്, ഞാൻ ചെയ്തത് അന്യായമാണെങ്കിലും അതിനെല്ലാം നീ കാരണക്കാരനാ. ഞാൻ നിനക്ക് ദാസിയായി ഭാര്യയായിട്ട് തന്നവൾ ഗർഭം ധരിച്ചപ്പോൾ അവളുടെ മുമ്പ് ഞാൻ നിന്ദിതയായി മാറി. അല്ലെങ്കിൽ സാറ പറയുക. പ്രൈസർ. ദൈവ അനുമതി ന്യായം വിധിക്കട്ടെ എന്നാണ് പറയുന്നത്. പ്രൈസർ. എന്നെ കേൾക്കുന്ന പ്രൈസിനിക്കുന്ന നാം ഇവിടെ ഹാഗർ സാറയുടെ അവിവേകം എന്ന് പറഞ്ഞാൽ ഹാഗർ ന്യായപ്രമാണത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഹാഗർ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ ദൃഷ്ടാന്തമാണ്. ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു എന്നും അവൾ അടിമകളെ പ്രസവിക്കുന്നു എന്നും പൗലോസ് ഗലാത്യ ലേഖനത്തിൽ അല്ലെങ്കിൽ 4-ാം അധ്യായം 24-25 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസലോ. അല്ലേടി. അപ്പൊ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ അല്ലേടിയ ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ലോക രാജ്യങ്ങൾ ശ്രമിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു പുനർസമാധാനം ഉണ്ടാകാതെ ഇന്നും മനുഷ്യൻ തമ്മിൽ കടിപിടി ഉണ്ടാകുന്നത്? അത് അബ്രഹാമിന്റെ സാറയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധിയാണ്.
ആ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി അല്പകാലം കൂടെ സഹായി നോക്കിയിരിക്കാതെ പോയതാണ് ലേറിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വാക്കിനെ നീ മാനിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ചില നാളുകൾ നീ കാത്തിരിക്കേണ്ടി വന്നാലും നീ അതിനുവേണ്ടി കാത്തിരിക്കണം. വാക്ക് പറഞ്ഞാൽ ദൈവം ഒരിക്കലും മാറിപ്പോകുന്നില്ല. ദൈവത്തിന്റെ വാക്കുകൾ കൂവ് എന്ന് മാത്രമാണ്. അത് അല്പം താമസിച്ചാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്നു എന്നാണ് ഹബക്കൂക്കിന്റെ നാം പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം താഴോട്ട് വായിച്ചാലും കാണാൻ കഴിയും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എത്ര വലുതായിരുന്നാലും നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സകല പദ്ധതികൾക്കും ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സമയത്തിനല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ സമയത്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആരും ദൈവത്തിന് ട്യൂഷൻ എടുക്കാനും ദൈവത്തെ പഠിപ്പിക്കാനും ഒന്നും നമ്മൾ ഒരുങ്ങരുത്. പലരും നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാനും കർത്താവ് ട്യൂഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുക. ഞാൻ ഹല്ലേലൂയ, എന്നോട് വാഗ്ദത്തം പറഞ്ഞില്ലേ, പ്രവാചകൻ അത് പറഞ്ഞല്ലോ, പ്രവാചകി അത് പറഞ്ഞല്ലോ, വചനം കേട്ടല്ലോ, വചനത്തെ ദൂത് എനിക്ക് അങ്ങനെ പ്രവചനാത്മാവിനോട് പലരും സംസാരിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, എന്തുകൊണ്ട് എൻ്റെ വിഷയം നടക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് പലരും ദൈവത്തോട് മറുതലിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും പൂർത്തീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ നിന്റെ മനസ്സ് കലങ്ങി ചഞ്ചലപ്പെട്ട് നീ ഇരിക്കുമ്പോൾ, ഹൃദയം നിറഞ്ഞ് വേദനപ്പെടുമ്പോൾ, കണ്ണുനീർ തൂകുന്ന ദിനങ്ങളായിരുന്നാലും, കഷ്ടതയുടെ മേൽ കഷ്ടതയായിരുന്നാലും, പ്രതികൂലങ്ങൾ നിനക്ക് ഏറെ കടന്നു വന്നാലും, ഹല്ലേലൂയ, നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ നൽകിയ ദൂരാസമൂഹിൽ നിർത്തിയിരിക്കുന്ന നെബൂഖദ്നേസറിന്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്തതിന് പേരിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവിടുത്തെ നിയമപ്രകാരം, ബാബിലോണിയന്റെ നിയമപ്രകാരം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ ഇരിങ്ങുന്ന തീച്ചൂളിൽ ഇട്ടപ്പോഴും അവർ പറഞ്ഞതെന്താണ്? ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിച്ചവാനില്ലെങ്കിലും ഞങ്ങൾ ദൂരാസമൂഹി നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ബിംബത്തെ അവരായി തീരുമാനമെടുത്ത്, ഹല്ലേലൂയ, ആ തീരുമാനമാണ് അരിയുന്ന തീച്ചുളയിൽ 4-ാമനായി ഒരു ഇറങ്ങി വന്നതും ശദ്രക്കും മേശക്കും അബേദ്നെഗോവിന് യാതൊരു കേടും കൂടാതെ തീയിൽ നിന്ന് പുറത്തുവരുവാൻ കാരണമായി തീർന്നതും അവരുടെ ഉള്ളിലെ വിശ്വാസമാണ്. അതേപോലെ തന്നെ അബ്രഹാമിനെയും സാറയും ദൈവം കൽദയപട്ടണമായി ഊരിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് വാഗ്ദത്ത കനാനെ അവർക്ക് ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്യാൻ പറഞ്ഞ ആ യാത്ര മധ്യേ അവരോട് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്നെങ്കിൽ, അബ്രഹാമും സാറയും കാത്തിരുന്നെങ്കിൽ, ഇനി സാർ അവിവേകത്തോട് സംസാരിച്ച് ഒരു ദുരുപദേശപരമായ ചിന്തകളിലേക്ക് പോകാതിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടം വരാതെ സമാധാനമായ ഒരു അനുഭവം ഉണ്ടായേനെ. അല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ തീരുമാനമെടുക്കുമ്പോൾ സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും ആലോചിച്ചും വേണം. ദൈവത്തോട് നമ്മൾ മത്സരിക്കരുത്. ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യും. അല്ലെങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യും. ഇതിന്റെ 2-3-4 വശങ്ങൾ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. ഞാൻ അതൊന്നും അല്ല പറയുന്നത് ഇവിടെ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില വീടുകളിൽ വേലക്കാരെ യജമാനന്മാർ കഠിനമായിട്ട് പീഡിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില വീടുകളിൽ, ഹല്ലേലൂയ, സ്തോത്രം, വേലക്കാരെ, അടിമകളെ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ദാസിമാരെ വളരെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ട്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന അനവധി വീടുകളിലേക്ക് അവിടുത്തെ ഗൾഫ് നാടുകളിൽ താമസിക്കുന്നവരും അതുപോലെ നാട്ടിൽ നിന്ന് കടന്നുപോയി ജോലിക്കായി കടന്നു പോകുന്ന ഭവനത്തിലെ വീട്ടുകളിലേക്ക് കടന്നു പോകുന്ന അനേകം സഹോദരിമാർ ചെല്ലുന്ന ഭവനത്തിലെ യജമാനന്മാരുടെ കഠിനമായ പീഡനം മുഖാന്തരം, ഉപദ്രവ മുഖാന്തരം ജീവിതത്തിൽ ഓടിപ്പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നും പല വീടുകളിലും സഹോദരിമാർ വേലയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അവരെ കഠിനമായി പീഡിപ്പിക്കുന്ന ആളുകൾ ഇന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം വീടുകളിൽ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ യജമാനന്മാർ കഠിനമായി അവൾ വേദനിപ്പിക്കുന്ന പോലെ തന്നെ ആഹ്റും അങ്ങനെ അനുഭവത്തിൽ കടന്നുപോയി. ഹല്ലേലൂയ. ദൈവമേ, നീ അല്ലാതെ ഈ അടിമയായി എനിക്ക് വേറെ ആരുമില്ല എന്നൊരു പക്ഷേ ഹല്ലേലൂയ ഈ ആഗർ പ്രാർത്ഥിച്ചു കാണും.
അല്ലെങ്കിൽ കഠിനമായ പീഡകൾ വന്നപ്പോൾ, ഉപദ്രവം വന്നപ്പോൾ, യജമാനത്തിൽ തനിക്കെതിരെ പോരുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ ഈ സഹോദരി നിലവിളിച്ചു കാണും, കർത്താവേ, യഹോവയായ ദൈവമേ, അങ്ങല്ലാതെ എന്നെ ഈ കുടുംബത്തിന് വിടുവിക്കുവാൻ, എനിക്ക് സ്വസ്ഥം നൽകുവാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവർ നിലവിളിച്ചു കാണും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. അത് എവിടെ സംഭവിച്ചത് എന്താണ്? അല്ലെങ്കിൽ ഹാഗർ ഒരു അടിമപ്പെണ്ണായിരുന്നാലും അബ്രഹാമിന്റെ ഹല്ലേലൂയ അബ്രഹാമിന്റെ കുഞ്ഞിനെ അവൾ ഒരു ശിശുവിനെ അല്ലെങ്കിൽ ശിശുവായി ചുമന്നുകൊണ്ടിരുന്നു. ഇത്രയും നിന്ന വരുമ്പോഴും അബ്രഹാം മുഖാന്തരം തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ഈ ഹാഗർ ഹല്ലേലൂയ എന്ത് ചെയ്തു? ചുമന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവളുടെ സങ്കടം യഹോവ കേട്ടു. അതുകൊണ്ടാണ് അവളുടെ സങ്കടം യഹോവ കേട്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി എവിടെങ്കിലുമൊക്കെ ഭ്രൂണഹത്യ തീർത്തല്ലെങ്കിൽ കൊന്നുകളയുന്ന പോലെ, അബോർഷനൊക്കെ ചെയ്യുന്ന പോലെ അന്ന് ഹാഗർ അതിനെ ശ്രമിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ രക്തം ഇന്നെന്താ ഹോസ്പിറ്റലുകൾക്ക് ഭയങ്കര ചെലവ്, വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അബോർഷൻ അല്ലെങ്കിൽ സ്വതം കൊലപാതകമാണ് കേട്ടോ, കൊലപാതകം. ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന പാളിച്ചകൾ അവിവേകം മുഖാന്തരം അവർ ഗർഭം ധരിച്ച് അതിനെ അപോഷണം ചെയ്യുമ്പോൾ അത് ഒരു ഭ്രൂണഹത്യ ചെയ്യുക, കൊലപാതകം ചെയ്യുക കേട്ടോ. അത് കഠിനമായ പാപമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വിവേകത്തോടെ പരിജ്ഞാനത്തോടു കൂടി വേണം ജീവിക്കുവാൻ. നിങ്ങൾക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കൊരു വരനെ തേടി തന്ന് നിങ്ങളൊരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവർ വരെ നിങ്ങൾ കന്യകയായി തന്നെ ജീവിക്കണം. ഹല്ലേലൂയ. അത് പല വീടുകളിലും അല്ലെങ്കിൽ വേലയ്ക്ക് പോകുന്ന സഹോദരിമാർ വളരെ സങ്കടപ്പെടുന്ന അനവധി സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ വായിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവവചനം നമ്മൾ പഠിച്ചാൽ ഇതിന്റെ കാര്യാദികളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അടിസ്ഥാനം മറിഞ്ഞുപോയാൽ അവർ എന്തും ചെയ്യുമെന്നേ. നമുക്ക് തന്നിരിക്കുന്നൊരു വിശ്വാസമുണ്ട്, നമുക്ക് തന്നിരിക്കുന്നൊരു അടിസ്ഥാനം, നമുക്കൊന്ന് പ്രമാണമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം മറിഞ്ഞു പോകാതെ നമ്മുടെ പ്രമാണത്തിൽ നമ്മൾ നിൽക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായി ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. നിന്റെ കണ്ണുനീര് തുടയ്ക്കും, നിന്റെ വേദനകളെ മാറും, നിന്റെ പ്രതിസന്ധികൾ മാറുമെന്ന് നീ ഉറക്കെ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ സാറയുടെ പേര് മാറ്റുന്നു എന്ന് 17-15 തൊട്ട് താഴോട്ട് വായിക്കും. ഇങ്ങനെ ഭാഗം വായിക്കാം. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. അല്ലെങ്കിൽ ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ഇവിടെയുണ്ടോ ദൈവം വീണ്ടും തന്നെ വാഗ്ദത്തം ഉറപ്പിക്കുക. സാറ അവിവേകത്തോടു കൂടി ഓരോന്ന് ചെയ്തെങ്കിലും അബ്രഹാമിനെ വീണ്ടും ദൈവം വിളിച്ചിട്ട് പറയുക, അവളുടെ പേര് ഇനി സാറായി എന്നല്ല, സാറ എന്നാക്കണം. അവൾ ബഹുജാതികൾക്ക് സകല ജനങ്ങൾക്ക് മാതാവായി തീരും. രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ബഹുക്കന്മാർ അല്ലെങ്കിൽ അവളിൽ നിന്ന് ഉത്ഭവിക്കും, ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും ഉണ്ടാകും എന്ന് പറയുക. അപ്പൊ ദൈവം ഒരിക്കലും വാക്ക് മാറത്തില്ല. എന്നിട്ട് വചനം പറയുകയാണ്, അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണു ചിരിച്ചു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. 17-15 തൊട്ട് ബാക്കി വായിച്ചപ്പോൾ കാണാൻ കഴിയും കേട്ടോ. അപ്പൊ പറഞ്ഞു, അല്ലേ, ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറയാ. അബ്രഹാം 100 വയസ്സിലും അബ്രഹാം പറയാൻ, ഇനി എനിക്ക് കുട്ടി ഉണ്ടാവുമോ? സാറയ്ക്ക് 90 വയസ്സായി. പക്ഷെ ദൈവം പറയുന്നെന്നുള്ള ചിന്ത പോലും അബ്രഹാമിന് അവിടെ ഇല്ല. എന്നിട്ട് അബ്രഹാം പറയാണ്, എനിക്കിനി മക്കളെ വേണ്ട, ഇസ്മായിൽ നിന്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. പക്ഷെ ദൈവം എന്താണ് പറഞ്ഞത്? അടുത്ത വാക്യം പറയാണ്, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 19-ാം വാക്യം, അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസ്മായിൽ എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ഇവിടെ കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ഇസ്മായിലല്ല, ഇസഹാക്കാണ്.
അല്ലേ? അതിനെ ചിലരൊക്കെ തട്ടി മാറ്റി അമേരിയ വ്യാജം കലർത്തി ഇന്ന് വ്യാജം ചേർക്കുന്നത് മയക്കുമരുന്ന് എല്ലാത്തിനും എല്ലാം അല്ലയ ആമേ സ്വതം മറ്റ് അല്ലെങ്കിൽ കെമിക്കൽ ചേർക്കുന്ന പോലെ ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. വചനമായത് മായം ചേർക്കൽ നടക്കത്തില്ല. കാരണം അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാമിന്റെ സാറായിക്ക് മിസ്രൈമിൽ നിന്ന് അടിമയായി എടുത്ത ഈ പെൺകുട്ടി സാറയുടെ അവിവേക വാക്കുകൾ കൊണ്ട് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ച് അവൻ ഇസ്മായിൽ എന്ന് പേരിട്ടെങ്കിലും വാക്തത്വ സന്തതി അല്ലെങ്കിൽ ഇസഹാക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം രണ്ടാമത് പറയുന്നത്, നിന്റെ ഭാര്യ സാറ അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ഇസഹാക്ക് എന്ന് പേരിടണമെന്ന് പറഞ്ഞത്. അല്ലേലിയ. അപ്പം ദൈവം ഇപ്പോൾ തന്നെ വാക്തത്വം നിവർത്തിക്കും എന്നുള്ളത് ഈ വചനഭാഗത്ത് കാണാൻ കഴിയും. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളുടെ വേലക്കാരികളെയും നിങ്ങൾ എപ്രകാരമാണ് നടത്തുന്നത്? അല്ലേലിയ. നമ്മുടെ വേലക്കാരികളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അവരുടെ സ്നേഹത്തോടെ ഇടപെടണം. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഭാഗം പറയുക. അല്ലേലിയ. ഇവിടെ വാക്തത്വങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. അല്ലേലിയ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്തോത്രം. അല്ലേലിയ. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ അല്ലേലിയ, വന്നവരോട് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടെ ഇടണം. ഇന്നത്തെ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മകൻ അല്ലേലിയ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നു. ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മരുമോളെ നിങ്ങൾ മകളെ പോലെ ചേർത്ത് പിടിക്കണം. മരുമോളെ നിങ്ങളുടെ അടിമയെ പോലെ കാണരുത്. അല്ലേലിയ. മരുമോളെ നിങ്ങളുടെ അടിമയെ പോലെ കാണാതെ മകളെ പോലെ ചേർന്ന് പിടിക്കണം. അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകളെ കഠിനമായി ഉപദ്രവിക്കരുത്. സ്വന്തം മക്കൾക്ക് ഒരു ന്യായം അല്ലേലിയ, മറ്റൊരു മക്കൾക്ക് മറ്റൊരു ന്യായം. ഇന്നത്തെ വീട്ടിലെന്താ? സ്വന്തം മക്കൾക്ക് ഒരു ന്യായം, വരുന്ന മരുമകൾക്ക് വേറെ ന്യായം. ഇതൊക്കെ ഈ അബ്രഹാമിന്റെ വീട്ടിൽ ആരംഭിച്ച സംഭവമാണ്. പക്ഷെ ഇതിനെ നമ്മൾ തിരുത്താൻ തയ്യാറാകണം. നമ്മൾ തിരുത്തണം. എല്ലാത്തിനും ഒരു തിരുത്തൽ ആവശ്യമാണ്. അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ നമ്മൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. അല്ലേലിയ. പരിജ്ഞാനമില്ലായെങ്കിൽ എന്റെ ജനം നശിച്ചു പോകുന്നതാണ് പ്രവാചക പുസ്തകങ്ങൾ വായിക്കുന്നത്. പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതം തകരും. അല്ലേലിയ. നിന്റെ യൗവനത്തിലെ ഭാര്യയെ നീ ചേർത്ത് പിടിച്ച് നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്ത് സന്തോഷം കൊടുത്ത് ഭർത്താവ് ഭാര്യയ്ക്കും കടപ്പെട്ടിരിക്കുന്നത് ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ ജീവിതത്തെ നയിച്ചാൽ നിന്റെ കുടുംബ സ്വർഗമാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് കുടുംബത്തെ തകർക്കുന്നത് മദ്യമാ. ചില ഭർത്താക്കന്മാരുടെ മദ്യം കുടിച്ച് അവരെന്തോ വലിയ പുള്ളികളാണ്, രാജാക്കന്മാരാണ്, അവരെന്തോ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് വെറും മദ്യപാനികളായിരിക്കുന്ന സഹോദരന്മാരുണ്ട്. അവരുടെ ജീവിതം ഒന്നും ഒരിക്കലും ക്രമീകരിക്കപ്പെടത്തില്ല. അവരുടെ അഹങ്കാരം നികളം മനോഭാവങ്ങൾ കൊണ്ട് അവരുടെ ഉള്ളിലെ ഉന്നത ഭാവം ജഡത്തിന്റെ സ്വഭാവങ്ങളുടെ സ്വയത്തെ മുഖാന്തരം എന്ത് ചെയ്യുന്നു? അവർ സ്വയമേ നശിക്കാറുണ്ട്. ലേരിയ. എന്നാൽ ദൈവം നിങ്ങളെ കൂട്ടി യോജിപ്പിച്ച് നിങ്ങളെ യൗവനത്തിൽ വെച്ച് ഉഭയസമ്മതപ്രകാരം ഉടമ്പടി പ്രകാരം നിങ്ങളെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ദൈവസ്നേഹയിൽ അല്ലെങ്കിൽ ദൈവിക ഉടമ്പടിക്കും ദൈവിക വാക്തത്വങ്ങൾക്കും വേണ്ടി കാത്തിരുന്നാൽ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുക മാത്രമല്ല, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അല്ലേലിയ. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുന്നത് സങ്കീർണ പുസ്തകം അല്ലേലിയ 127 വരണം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേലിയ സ്തോത്രം. അല്ലേ 127 128 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേ സ്തോത്രം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വെള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശലിട്ട് ഒലിവുതൈകൾ പോലെ ആയിരിക്കട്ടെ. നമ്മുടെ ഈ 127 28 സംഗീതങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയാറുണ്ട്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന നമ്മൾ സ്നേഹിതരെ, നാം ദൈവത്തിന്റെ വചനത്തിനകത്ത് ഉറപ്പോടെ നിന്നുകൊണ്ട് കുടുംബം മനോഹരമായി പരിജ്ഞാനത്തോടുകൂടി പണിതെടുക്കണം. അങ്ങനെ കുടുംബം മനോഹരമായി പരിജ്ഞാനത്തോടുകൂടി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ദൈവം നിനക്ക് നൽകാമെന്ന് പറഞ്ഞ സകല വാഗ്ദത്തങ്ങൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നിന്റെ കുടുംബം ഒരു സ്വർഗമായി മാറും. അതിന് പകരമായി നിങ്ങളുടെ സ്വയത്തെ നിങ്ങൾ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം തകർന്നു പോകരുത്. ചിലരൊക്കെ ഞാൻ വലിയ പുള്ളിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വലരിയ അവർ കള്ളു കുടിച്ചിട്ട് എന്ത് ചെയ്യും? സുബോധം തട്ടപ്പെട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും? നിരാശനായി മാറി. എല്ലാം തകർന്നു പോകുന്നേ. കാരണം 25 വർഷം ചെറുപ്രായം തൊട്ട് മദ്യം കുടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് 36 വയസ്സ് വരെ ഞാനൊക്കെ തകർന്നു പോയ വ്യക്തിയാണ്. എന്നത് നിർത്തിയോ അന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. അല്ലേ? എന്ന് ഞാനത് മാറ്റിയോ അന്ന് എനിക്ക് സമാധാനം വന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബ സ്വർഗമായി മാറണം.
അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, കലഹിക്കാതെ, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കാതെ, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കാതെ, വിവാഹ ജീവിതത്തിന് പുറത്തുള്ള അവിഹിത ബന്ധങ്ങളെല്ലാം മാറ്റിവെക്കണം. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. തന്റെ യൗവനത്തിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടതിന്റെ ഭാര്യയായ സാറായിയോട് സ്തോത്രം തനിക്ക് ചേർന്ന് നിൽക്കാൻ സാറായിയുടെ വാക്കുകൾ അവിവേകമാണെങ്കിലും പരിജ്ഞാനമില്ലാത്തതാണെങ്കിലും അബ്രഹാമിന് വേണേ പറയാമായിരുന്നു, സാറായി നീ എന്താണ് പറയുന്നത്? ഉഭയസമ്മതപ്രകാരം ഞാൻ നിന്നെ ഭാര്യയായി എടുത്തതാണ്, നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാം എന്ന് വേണമെങ്കിൽ അബ്രഹാമിനെ ചിന്തിക്കാമായിരുന്നു. ചിന്തിച്ചില്ല. അതിന്റെ ഫലമാണ് ഇന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബം പണിതെടുക്കുക. നിങ്ങൾക്ക് കുടുംബം പണിതെടുത്തെങ്കിൽ മാത്രമേ മറ്റൊരുവരെ ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം കുടുംബത്തെ പണിതെടുക്കാൻ കഴിയാത്തവൻ, സ്വന്തം കുടുംബജീവിതം നിലനിർത്താൻ കഴിയാത്തവൻ, ഭാര്യ ഭർത്താവുമാരുടെ കുടുംബജീവിത ബന്ധം തമ്മിൽ പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആരെ ഉപദേശിക്കാനാ? ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും ഇടം കൈയും വലം കൈയും പോലാണ്. അതിനകത്ത് വിള്ളലുകൾ വരാൻ പാടില്ല. ജീവിതമൊക്കെ എന്ന് പറഞ്ഞ ആനന്ദത്തോടെ സന്തോഷത്തോടെ ദൈവിക സന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പല കുടുംബങ്ങളും തകർന്ന് കിടക്കുക, പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി. കേരളത്തിലെ 30ഓളം കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് വിവാഹമോചന കേസുകൾ, ഡിവോഴ്സിന്റെ കേസുകൾ കിടക്കുക. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കുന്നത് ദൈവത്തിന് വചനം ഉണ്ടായിട്ടും പക്ഷേ ഉഭയസമ്മതം ചെയ്ത് ഉടമ്പടി പ്രകാരം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഭാര്യ ഭർത്താക്കന്മാരെ തീർന്ന പലരുടെയും കുടുംബം ഛിന്ന ഭിന്നമായി മാറി. അല്ലെങ്കിൽ എന്തുകൊണ്ട്? മനുഷ്യന് കീഴ്പ്പെടാൻ കഴിയാത്തതുകൊണ്ട്, ദൈവികമായി ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട്, പരിജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട്, പലതിനും നിങ്ങൾ അവിവേകത്തോടുകൂടി എടുത്ത് ചാടിയതുകൊണ്ട്, അവിവേകത്തോട് സംസാരിച്ചതുകൊണ്ട്, അവിവേകത്തോടെ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വന്നിട്ട് കുടുംബത്തിനകത്ത് നിന്ന് കണ്ണുനീരല്ലേ? ഹല്ലേലൂയ. ഒരു മടങ്ങിവരവ് ദൈവം പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ ഒരു മടങ്ങിവരവ് ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നുണ്ട്. മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നാണ് ദൈവത്തിനും പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതിന് നമ്മൾ പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും കഴിയണം. ഹല്ലേലൂയ. ഭവനത്തിനകത്തൊക്കെ എന്ന് പറഞ്ഞ ദൈവിക സമാധാനമാണ് നിലനിൽക്കേണ്ടത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് മത്തായി രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയരെ? സ്തോത്രം. ഹല്ലേലൂയ. ശിശുക്കളെ പോലെ ആകുക എന്നാണ് കർത്താവ് വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു ശിശുവിന്റെ മനസ്സുള്ളവനായിരിക്കണം. ആത്മീയ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, കർത്താവ് യേശുക്രിസ്തുവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ചു കഴിയുമ്പോൾ, നാം ദൈവത്തിന്റെ മക്കളായി കഴിയുമ്പോൾ നമ്മളൊരു ശിശുവിന്റെ ഹൃദയമുള്ളവരായിരിക്കണം. ഒരു ശിശുവിന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ ആ ശിശുവിന്റെ ഹൃദയത്തിൽ പാപചിന്തകളില്ല, പാപത്തിന്റെ സ്വഭാവങ്ങളില്ല, വേർതിരിവില്ല. ശിശുക്കൾക്ക് എപ്പോഴും ആനന്ദമായി. എന്ന് പറഞ്ഞതുപോലെ നാം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വാചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. എപ്പോഴും നമ്മൾ ശിശുവിന്റെ മനസ്സായിരിക്കണം. നിങ്ങൾക്കൊരു പക്ഷേ 50-ഓ 60-ഓ ഒക്കെ വയസ്സുണ്ടായിരിക്കാം, ഒരുപക്ഷെ അതിൽ കൂടുതലുമായിരിക്കാം. പക്ഷെ നിങ്ങൾ ക്രിസ്തു ഭക്തനാണെങ്കിൽ ഒരു ശിശുവിന്റെ മനസ്സായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ചെറിയവരില് ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരെയും നമ്മൾ ആർക്കും നമ്മൾ വിലയിടരുത്, ആർക്കും നമ്മൾ മാർക്ക് ഇടരുത്. ഹല്ലേലൂയ. ആരുടെയും തൂക്കമെടുക്കാൻ നിൽക്കരുത്. വലിയവനാണോ ചെറിയവനാണോ, അവന്റെ ആസ്തി, അവന്റെ ജീവിതം നമ്മൾ പരിശോധിക്കാൻ നിൽക്കണ്ട. നമ്മൾ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു സകലരെയും ചേർത്ത് പിടിച്ചതുപോലെ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ കലഹത്തെ മാറ്റിക്കളയണം. നിങ്ങളുടെ കുടുംബത്തെ കലക്കുവാൻ പിശാച് തന്ത്രങ്ങൾ കൊണ്ടുവരും. നിന്റെ കുടുംബത്തിനകത്ത് ഒരു കരട് വിഷയം കൊണ്ടെടുത്തരും. ഇതുതന്നെയല്ലേ അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അബ്രഹാമും സാറയും വളരെ സന്തോഷത്തോടു കൂടി പോയതാണ്, വളരെ സ്നേഹത്തോടു കൂടി ജീവിച്ചതാണ്, വളരെ പ്രത്യാശയോട് ജീവിച്ചതാണ്. ദൈവം വാക്ക് കിട്ടി ഇറങ്ങി പുറപ്പെട്ടവനെ. പക്ഷേ സാറയുടെ ഒരു അവിവേക വാക്ക് മുഖാന്തരം ഒരു മിസ്രൈമിയ സ്ത്രീ ആയിരിക്കുന്ന ഹാഗർ
ഒരു കരട് പോലെ ആ കുടുംബത്തിനകത്ത് പ്രശ്നമായി. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. രക്തം ചെയ്യും. അല്ലേ? സാത്താൻ താൻ തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളിൽ നാം അറിയാത്തവരല്ലോ എന്ന് അമ്മ കുരുതിനകത്ത് വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്വഭാവം, എന്നെ കേൾക്കുന്ന സഹോദര, സാത്താൻ നിന്നെ ഏതു വിധത്തിലും ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ, നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ, ഭാര്യ ഭർത്താക്കന്മാരിൽ വിള്ളലുണ്ടാക്കുവാൻ, അവിശ്വസത കൊണ്ടുപോകാൻ, അവിഹിത ബന്ധങ്ങൾ കൊണ്ടുവരുവാൻ, നിന്റെ മക്കളെ കൂടെ തെറ്റിക്കുവാനുള്ള എല്ലാ പദ്ധതികളും സാത്താൻ മെനഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? അവൻ തന്ത്രശാലിയാണ്. അതുകൊണ്ട് സാത്താന്റെ തന്ത്രത്തിനകത്ത് നീ വീഴാതെ നിൽക്കുവാൻ നോക്കണം. അതുകൊണ്ട് വീഴാൻ നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ മനുഷ്യൻ വീണ് പോകുന്നു. വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ ദൈവത്തിന്റെ വചനം പറയുമ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വീണ് പോകുന്നു. ഹല്ലേലൂയ, രക്തം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ബഹുഭാരിത്വം ഒന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബഹുഭാരിത്വം ഒന്നും വേണ്ട. ദൈവം നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളോട് ചേർന്നിരിപ്പാൻ തന്ന ആ ഭാര്യയെ, ആ ഭർത്താവിനെ നിങ്ങൾ പരസ്പരം ചേർത്ത് പിടിക്കണം. അപ്പം ഒരു മനുഷ്യൻ സെക്കൻഡ് ഹാൻഡ് രണ്ടാം ഭാര്യ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ എടുക്കാനും പ്രമാണമുണ്ട്. നമ്മൾ കുരിന്ത് ലേഖനത്തിലേക്ക് വരുമ്പോഴും 7-ാം അധ്യായം വരുമ്പോഴും റോമാലേഖനം ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്, ഭാര്യ വിവാഹം ചെയ്ത് ഭാര്യ മരിച്ചു പോയാൽ ആ മനുഷ്യൻ ആ സഹോദര സ്വതന്ത്രനാണ്. അതുപോലെ സഹോദരനാണ് മരിക്കുന്നെങ്കിൽ ഭാര്യ സ്വതന്ത്ര. രണ്ടുപേരും മരണത്താൽ ഒറ്റപ്പെടുന്നെങ്കിൽ പിന്നീട് ആ സഹോദരിക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം, സഹോദരി വിവാഹം കഴിക്കാം. പക്ഷേ ആ മരണത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനായാൽ മറ്റൊരു സ്ത്രീക്കായാൽ അത് വ്യഭിചാരം തന്നെയാണ്. വ്യഭിചാരവും തന്നെ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അവിവേകം കാണിക്കരുത്. ഇന്ന് അതുകൊണ്ടാണ് എല്ലാ കുടുംബങ്ങളും തകർന്നിരിക്കുന്നത്. പൗലോസിന്റെ ഉപദേശങ്ങൾക്ക് വളരെ പ്രശസ്തി ഉള്ളതാകട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ വളരെ വീണ്ടും വിചാരമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമായ, കുടുംബം എന്നൊക്കെ പറയുന്നത് ദൈവം വസിക്കുന്നതായിരിക്കണം. രക്തം ചെയ്യും. ഇവിടെ യഹോവ ഹാഗാറിന്റെ സങ്കടത്തെ കണ്ട് അവൾക്ക് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. മറുവശത്ത് അത് ശാപമായി മാറി. ഹാഗറിന്റെ സങ്കടം കണ്ടിട്ട് എന്ത് ചെയ്തു? യഹോവ ഒരു മകനെ കൊടുത്തു. പക്ഷെ അത് ശാപമായി മാറി. അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേൽ 430 വർഷങ്ങൾ ഹാഗാറിന്റെ ദേശമായ ഈജിപ്തിൽ അടിമയായി പാർക്കേണ്ടി വന്നു. നോക്കി, സാറായിക്ക് കുട്ടി ജനിക്കാഞ്ഞതുകൊണ്ട് ഹാഗറിന് ഒരു കുട്ടിയെ ദൈവം കൊടുത്തതുകൊണ്ടും ഹാഗർ മിസ്രൈമിയ ദാസി ആയതുകൊണ്ടും പിന്നത്തേതിൽ അബ്രഹാമിന്റെ മക്കൾ വാഗ്ദത്ത സന്തതി ഇസഹാക്ക് അബ്രഹാം എന്ത് ചെയ്തു? 430 വർഷം മിസ്രൈമിൽ അടിമയായി ശാപത്തിൽ ജീവിക്കേണ്ടി വന്നു. ആ ശാപം യേശു ക്രിസ്തുവിന്റെ കാലം വരെ തുടർന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13-15 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അബ്രഹാമിലൂടെ സംഭവിച്ച അതൊരു ശാപമായി. ഇസ്രായേൽ 430 വർഷം മിസ്രൈമിൽ അടിമകളായി. ആ അടിമത്തം മാറുന്നത് യേശുവിന്റെ ജനനത്തോടു കൂടിയാണ്. അപ്പൊ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക്. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചക മുഖാന്തരം അരുളിച്ചെയ്തതിന് നിവർത്തി വന്നു. യേശുവിന്റെ ജനനത്തിലും സംഭവിച്ചു. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ മിസ്രൈമിലേക്ക് ജനം പോയതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി ഹെരോദാവ് ഭാവിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, യോസേഫിന്, നീ നിന്റെ ഭാര്യയെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകാം.
ഞാൻ നിന്നോട് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഹെരോദാവിന്റെ മരണശേഷമാണ് പിന്നെ ആ മിസ്രൈമിൽ നിന്ന് യോസേഫും മറിയയും അല്ലുയ്യ യേശുവായിട്ട് മടങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുന്നത് പറയുന്നത്. അപ്പം മിസ്രൈമി ശാപം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കാലം കൊണ്ട് ആ ശാപം നീങ്ങിപ്പോയി, ആ ശാപം മാറിപ്പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹൃദയത്തിൽ സഹിക്കാൻ പറ്റാത്ത കയ്പ് വരുമ്പോൾ, അടക്കുവാൻ പറ്റാത്ത വിധം സങ്കടം ഉണ്ടാകുമ്പോൾ, അധികമായി സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന യോബിനെ പോലെ നീ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിട്ട് കഴിഞ്ഞപ്പോൾ, സങ്കടം ഉള്ളിൽ അടക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ, യോബ് എന്ന് പറയുന്ന ഭക്തൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു എന്നുള്ളതും, തന്റെ സങ്കടങ്ങളൊക്കെ പങ്കുവെച്ച് തന്റെ മനപ്പീടയിൽ താൻ സംസാരിക്കുന്നതൊക്കെ, തന്റെ മനോവ്യസനത്തിൽ താൻ സങ്കടം പറയുന്നതൊക്കെ യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, മനപ്പീടയിൽ നിന്നുള്ള സങ്കടം വരാറുണ്ട്, മനോവ്യസനത്തിന് സങ്കടം വരാറുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മനപ്പീടിൽ മനോവ്യ സങ്കടങ്ങൾ നിനക്ക് കടന്നു വരുമ്പോൾ, നീ കർത്താവിൽ ആശ്രയിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നിന്റെ മനോവ്യസനത്തിന്റെ മനപ്പീടെ മാറ്റിത്തന്ന് നിന്റെ ഹൃദയത്തിൽ സന്തോഷത്തെ തരുവാൻ കർത്താവിന് കഴിയും. ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾ വിരാമം പറയട്ടെ. സാറ അവിവേകത്തോടുകൂടി സംസാരിച്ചത് മുഖാന്തരം അബ്രഹാമിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് വന്ന് അബ്രഹാമിന്റെ മക്കളും 430 വർഷം അടിമദേശത്ത് മിസ്രൈമിൽ പാർക്കേണ്ടി വന്നെങ്കിൽ പിന്നീട് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുവും വിശ്രമിക്കുക. അവിടുന്ന് ദൈവം ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി പറയുമ്പോൾ അടിമനുഖത്തെ പൊട്ടിച്ച യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം മിസ്രൈമിൽ കർത്താവിനെ വിളിച്ചു വരുത്തി, അവിടുന്ന് യോസേഫ് പറയും മകനെ വിളിച്ചു വരുത്തി വന്ന പ്രവാചകന്റെ വാക്ക് നിവർത്തി കഴിഞ്ഞപ്പം ശാപം മാറി, മിസ്രൈമിന്റെ ശാപം മാറി. പിന്നീട് മനുഷ്യന്റെ ശാപം യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോളം മനുഷ്യന്റെ ജീവിതത്തെ ശാപത്തെ നമുക്ക് അനുഗ്രഹമാക്കി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടു. കർത്താവ് നമുക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങിയോടുകൂടി മനുഷ്യന്റെ പാപത്തിന്റെ അല്ലെങ്കിൽ ശാപവും മാറ്റി തന്നു എന്നുള്ളതാണ്. അവിടെ ഇത് പകരം എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളുടെ കുടുംബം നിങ്ങൾ പണിതെടുക്കണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുടുംബത്തെ സത്യസന്ധമായ നീതിയോടെ നിങ്ങൾ നയിക്കുവാൻ കഴിയണം. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, കേരളത്തിനും ലോക രാജ്യങ്ങളിൽ 800 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടുക്കി തൊട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന എല്ലാ ജനത്തെയും, മലേറിയ ദ്വീപുകളും ആദിവാസിയും ട്രൈബൽ മേഖലയിലേക്ക് ജനത്തിനായി കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കൊപ്പം ചെറിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട്, അവയെല്ലാം മാറി കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം ജീവിതത്തെ മുന്നോട്ട് ക്രമീകരിച്ച് കുടുംബം സന്തോഷമായി സമാധാനമായി കൊണ്ടുപോകട്ടെയാകണമേ. അബ്രഹാമിന്റെ കുടുംബത്തിനകത്ത് സാറയുടെ അവിവേകത്താൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇന്നും ലോകം അത് വലിയ കഷ്ടതയിൽ രക്തച്ചൂറ്റിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ആ സ്ഥിതികൾക്കെല്ലാം മാറ്റം വന്ന് മനുഷ്യൻ പരസ്പരം ശ്രമിച്ച് സഹിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സൗമ്യതയോടെ നിൽപ്പാൻ ഈ ജനം കർത്താവ് ദൈവത്തിൽ ആശ്രയിപ്പാട്ട് കൊടുക്കണമേ. കുടുംബത്തെ തകർക്കുന്ന ശത്രുവിന്റെ സംവിധാനങ്ങളെ, കുടുംബത്തിൽ തകർക്കുന്ന അശുദ്ധാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. കർത്താവ് ഈ കുടുംബങ്ങൾ സമാധാനപരി മാറ്റം സ്നേഹത്താൽ കുടുംബങ്ങൾ പണിതെടുക്കണം. ഭാര്യ ഭർത്തൃ ജീവിതത്തിനകത്ത് വിള്ളലുണ്ടാക്കുന്ന വിവാഹ ജീവിതത്തിന് പുറത്തുള്ള സകല ബന്ധങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി മാറട്ടെ. കർത്താവിച്ചനം അനുഗ്രഹ തലമുറകൾ വളർന്നു വരുമ്പോൾ പാപത്തിലേക്ക് പോകാതെ കുടുംബ സമാധാനത്തിൽ സന്തോഷത്തിൽ ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ട കുടുംബങ്ങളായി പണിതെടുപ്പാൻ ഞങ്ങളുടെ സൗരമാരി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വശീകരണത്തിനകത്ത് ആരും വീണുപോകാതെ, പാപത്തിന് ചുഴിൽ വീണുപോകാതെ, നിത്യനിന്ദയ്ക്കായി നിത്യലജ്ജയ്ക്കായി ജനം മാറിപ്പോകാതെ കർത്താവ് ഈ ജനം കർത്താവിന് വേണ്ടി നക്ഷത്രങ്ങളെ പോലെ ശോഭിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ലോകമെമ്പാടും നടക്കുന്ന ആരാധനയെ കൂട്ടാമേ അനുഗ്രഹിക്കുന്ന ദൈവദാസാസം അനുഭവിക്കും. സുവിശേഷം പീഡകളുടെല്ലാം മാറ്റണമേ. കർത്താവ് പോർക്കാൻ ജനത്തെ അനുഗ്രഹിക്കണം. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.